ആയുധ പൂജയുടെ തലേ ദിവസമാണ് ഞാൻ ഹാഫ് ഡേ കഫേയിലെത്തുന്നത്. ഈ നിൽക്കുന്നതാണ് ഹാഫ് ഡേ കഫേയുടെ എല്ലാമായ ഒരു പാർട്ട്ണർ, ഇറന്തർ. വൈകുന്നേരം വന്ന ഉടനെ ഇറന്തറിൻ്റെ കൂടെ ഒരു ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ കിടന്നുറങ്ങി. ഇറന്തർ പറയാറുണ്ട് ഹാഫ് ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്ത് കോഫി കുടിക്കണമെന്നുള്ള കോൺസെപ്റ്റിലാണ് ഹാഫ് ഡേ കഫേ എന്ന് പേരിട്ടതെന്ന്. പക്ഷേ ഞാനിപ്പോൾ ഹാഫ് ഡേ കഫേയിൽ എത്തുമ്പോൾ ഒരു ഫുൾ ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആയുധ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എനിക്ക് ഈ ആയുധ പൂജ എന്ന് പറയുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന ഒന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അവർ വലിയൊരു പൂജ പോലെയാണ്. അവരുടെ എല്ലാ ആയുധങ്ങളും അവരുടെ ജോലി സ്ഥലത്തെ എല്ലാ സാധനങ്ങളും പൂജ ചെയ്യും. ഞാൻ അങ്ങനെ അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന്. ഈ അമ്മയാണ് അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എപ്പോൾ ചെന്നാലും വലിയ സ്നേഹമാണ്. പൂജ തുടങ്ങിയതോടെ കഫേ മുഴുവൻ നല്ലൊരു സ്മെല്ലായി. ഈ നിൽക്കുന്നതാണ് ഭാഗീരഥി മാഡം. മാഡമാണ് ഹാഫ് ഡേ കോഫിയുടെ മറ്റൊരു പാർട്ട്ണർ. ഇത് പൊന്നാർ. ഇനി ഒരാളുണ്ട് ഉദയ്. ഇവരാണ് ഹാഫ് ഡേ കോഫി മാനേജ് ചെയ്യുന്നത്. ഹാഫ് ഡേ കോഫി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഹാഫ് ഡേ കോഫിയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. പൂജ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് അവിടുന്ന് മടങ്ങുമ്പോൾ ഒന്നാലോചിച്ചേ, ഹാഫ് ഡേ കഫേയെക്കുറിച്ച് ഞാൻ ഇത്രയും പറയണമെങ്കിൽ എത്രത്തോളം അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് ഹൗ ദേ മാനേജ് ദെയർ കഫേ.